ഡൗൺലോഡ് ചെയ്തോ? എന്താ അവസ്ഥ? അംജദ് കൊറേ ആയല്ലോ കണ്ടിട്ട്, അന്ന് കാണാനേ ഇല്ലല്ലോ. എവിടെയാ അംജദ്? എവിടാണ്? കൊറേ ആയല്ലോ കണ്ടിട്ട്. ഓക്കെ, ഇന്ത്യയുടെ നൗക്കറി ഒന്ന് ഡൗൺലോഡ് ചെയ്യട്ടോ പെട്ടെന്ന്. ഡൗൺലോഡ് ചെയ്തിട്ട് പറയണേ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്ന ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം. ഡൗൺലോഡ് ചെയ്തോ? എന്താ അവസ്ഥ പറയും. ചെയ്തു. ഹിബ അംജദൊക്കെ ചെയ്തോ? ഇന്ത്യയുടെ നൗക്കറി ഡൗൺലോഡ് ചെയ്തോ? ഓ ചെയ്ത്. ഓക്കെ, സോ എല്ലാരും ഫസ്റ്റ് ഇന്ത്യയുടെ ഓപ്പൺ ആക്കട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ ഇപ്പൊ എന്തെങ്കിലും സ്ക്രീനില്? കാണാം. ഓക്കെ, എന്റെ ഇന്ത്യയുടെ ഹോം പേജ് ആണ് നിങ്ങളിപ്പോ കാണുന്നുണ്ടാവുക. സോ നമുക്ക് ഇതിനകത്ത്
ചോദിക്കാം. നിങ്ങൾ പ്രൊഫൈല് സെറ്റ് ചെയ്തിട്ടില്ലല്ലോ അതിന്റെ അകത്ത്? ഇല്ല. ആരെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, നിങ്ങൾ ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. എന്റെ ഓൾറെഡി ഉള്ളതായതിനെ കൊണ്ട് പല അപ്ഡേഷൻസ് ഉണ്ട്. ഇത് റീസെന്റ് കുറച്ചായി ഉണ്ട്, അപ്പൊ അപ്ഡേഷൻസിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്ക് ആരെങ്കിലും ഒരാൾ അച്ഛനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? കാണാം മിസ്സേ. കാണാം. ഫോണില് ചാർജ് ഇല്ലല്ലോ അർച്ചന. മിസ്സേ വീട്ടിലെ ചാർജർ ഇവിടെ ഇല്ല. അച്ഛൻ വന്നിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇന്ത്യയുടെ ഒന്ന് എടുക്കും, ഓപ്പൺ ആക്കോ. ഓക്കെ, ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ അക്കൗണ്ട് കൊടുക്ക്. എല്ലാരും ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. മെയിൽ ഐ ഡിയോ കണ്ടിന്യൂ വിത്ത് ഗൂഗിളോ വാട്ട് ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എന്താണോ ഓപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. ചൂസ് വേ ടു വെരിഫൈ എന്ന് പറഞ്ഞിട്ടില്ലേ? യൂസ് വാട്സപ്പ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മീ കാണിക്കുന്നത്. അതിലെന്താ കൊടുക്കണ്ടേ? ടെക്സ്റ്റ് മീ, അത് നിനക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഓക്കെ, അർച്ചനയ്ക്ക് യൂസ് വാട്സപ്പ് ഓർ ടെക്സ്റ്റ് മീ, ഏതാണോ നിനക്ക് ഓപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് അതിൻ്റെ അതൊരു കോഡ് വരും, ആ കോഡ് എൻ്റർ ചെയ്യാനാണ്. വാട്സപ്പിൽ ഒരു കോഡ് വന്നിട്ടുണ്ടോ? ആ കോഡ് എൻ്റർ ചെയ്യാം. ഇതില് പോസ്റ്റ് കോഡ് ഒരു സിറ്റി സ്റ്റേറ്റ് ഇല്ല, അതിന്റെ താഴെ പോസ്റ്റ് കോഡ് എന്നില്ലേ? ഇവൻ ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇവൻ പോസ്റ്റ് കോഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് പിൻകോഡ് ആയിരിക്കും വരിക. ഓക്കെ, ഇത് പേ ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. 1 by 1 അർച്ചനയുടെ ഇതിന് ഞാനങ്ങ് വരിക. സബ്മിറ്റ് കൊടുക്കും. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, സിറ്റി ഓർ സ്റ്റേറ്റ്. സിറ്റി ഏതാ? ആലപ്പുഴ. സ്റ്റേറ്റ് കേരള. നിന്റെ വരുന്ന പാലക്കാട്, കേരള. ഓക്കെ, ഞാൻ കേരള മാത്രമേ കൊടുക്കണം, പ്രശ്നമുണ്ടോ? ഓക്കെ, അർച്ചന ഈ ആലപ്പുഴ ആണോ പത്തനംതിട്ടയാണോ? അർച്ചന ആലപ്പുഴ. ഓക്കെ ഓക്കെ, ആലപ്പുഴ. കണ്ടിന്യൂ കൊടുക്ക അർച്ചന. ഓക്കെ, മിസ്സേ കാണുന്നില്ലേ? ഒന്നുകൂടി ഷെയർ ചെയ്യാം. കാണുന്നുണ്ടല്ലോ. പേ എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നു. കേട്ടില്ല, എന്തെന്ന്?
പിൻകോഡ് ഒക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് മിനിമം പേ മിനിമം ബേസിക് പേ, നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്യുന്ന ബേസിക് സാലറി എത്രയാണോ അവിടെ എൻട്രി ചെയ്യുക മിനിമം. എത്ര കൊടുക്കുക? എന്നോട് ചോദിക്കാം, നിങ്ങളെല്ലാം വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാര്. എന്നാലും എത്ര കൊടുക്കണം? ഒരു മിനിമം ഒരു 15,000 ഒക്കെ കൊടുത്തോ. കണ്ടിന്യൂ അല്ലേ? പെർ അവർ ഇയർ എന്ന് കൊടുത്തേക്കുന്നു. എങ്ങനെ പെർ അവർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ കൊടുക്കുക. പെർ ഇയർ ആണെങ്കിൽ ഒരു 2 lakhs കൊടുത്തോ. What type of job ഒരു മൈക്കോഫിയോ. ആരത് വേണ്ടത്? ഓക്കെ, ഇനി ഹിബ പറ. അല്ല, ഞാൻ അത് പറഞ്ഞ ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്? ഫ്രീലാൻസർ ആണോ, പെർമനന്റ് ജോബ് ആണോ, പാർട്ട് ടൈം ആണോ, വോളണ്ടറി, ഫുൾ ജോബ്, ഫ്രഷർ? മൂന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. വാട്ട് ജോബ് ആർ യു ലുക്കിംഗ് ഫോർ? എന്ത് ജോബാ നിങ്ങൾ സെർച്ച് ചെയ്യുന്നേ? HR. എക്സിക്യൂട്ടീവിനോ, അസിസ്റ്റന്റ്? ഒന്ന് മാത്രമേ എടുക്കാൻ പറ്റൂ? എന്താ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും? അത് കൊടുക്കാം. കൊടുക്ക്. മാനേജർ. മിസ്റ്റർ, ഹലോ. ഓ, പറഞ്ഞോ. കേൾക്കുന്നില്ലേ? ഹലോ. ഇതിന്റെ tell us about the skill that make you stand out എന്നുള്ള എന്താ കൊടുക്കുക? കേട്ടില്ല. ഇതല്ലേ tell us about the skill. ഇതന്നെ. ഓക്കെ, what type of recruitment have you regularly carry on your ഒറ്റ മിനിറ്റ്, അച്ഛനൊന്ന് കുറച്ചൊന്ന് ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്യും. ടെല്ലസിന്റെ ആ ഒരു പാർട്ട്. ഓക്കെ, അനദർ കൊടുക്ക്, ഇത് കൊടുക്ക്, നെക്സ്റ്റ് ഇത് കൊടുക്ക്. Tell us about the skill that make you stand out. These questions are occupational, but your answer has to comment. Okay. നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താണ്? ചേഞ്ച് മാനേജ്മെന്റ് എന്താണ്? ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം.
വാട്ട് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി ഹാവ് യു റെഗുലർലി ലീഡ് ഇൻ യുവർ റോള്? നിങ്ങൾ ഇതിനകത്ത് ഏത് സ്ട്രാറ്റജിയാണ് റെഗുലർലി ചെയ്യല്? ഇതൊക്കെ എന്താ പറയാ HR-ലുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവേ. ചേഞ്ച് മാനേജ്മെന്റ് കൊടുത്തോ, എംപ്ലോയി എൻഗേജ്മെന്റ്, HR ടെക്നോളജി അഡാപ്ഷൻ. ഹിബേന്റെ ഇങ്ങനത്തെ പോയിന്റ്സ് ആണ്. ഇതൊക്കെ സെലക്ട് ചെയ്തോട്ടോ. ഓക്കെ. ഓൺബോർഡിംഗ്, റിക്രൂട്ട്മെന്റ്, സക്സഷൻ പ്ലാനിങ്. ഓക്കെ, ഇനി നെക്സ്റ്റിലോട്ട് പോക്കാം. വാട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ഹാവ് യു റെഗുലർലി കാണുന്നില്ല അർച്ചന? റെഗുലർലി ഓവർസീയിങ് ഇൻ യുവർ റോൾ. 360-degree ഫീഡ്ബാക്ക്. നിങ്ങൾ 360-degree ഫീഡ്ബാക്ക് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. 360-degree ഫീഡ്ബാക്ക്, ആനുവൽ അപ്രൈസൽ സൈക്കിള്, കണ്ടിന്യൂസ് പെർഫോമൻസ് കോൺവെർസേഷൻ, ഗോൾ സെറ്റിംഗ് ആൻഡ് അലൈൻമെന്റ്, ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ആൻഡ് UPS യൂസിങ് OKRs, പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാനിങ്, സക്സഷൻ റിവ്യൂ മീറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ചേഞ്ച് മാനേജ്മെന്റ് പ്രാക്ടീസ് ഹാവ് യു ഓക്കെ. അറിയോ ഇത് കപ്പാസിറ്റി പ്ലാനിങ്, കോസ്റ്റ് അലൊക്കേഷൻ അതൊക്കെ ഇല്ലേ? അത് കഴിഞ്ഞ് സെക്കൻഡിലോട്ട് വരുന്നേരം വാട്ട് ചേഞ്ച് മാനേജ്മെന്റ് പ്രാക്ടീസ്. തൊട്ടുള്ള പോയിന്റ്സ് എടുക്കുന്ന ഒന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്യും. അതിൻ്റെ അകത്ത് നിനക്കുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? നീ അതിൻ്റെ അകത്ത് ചോദിച്ചേക്കുന്നത് നീ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിന്റെ ഈ ഒരു നീ സെലക്ട് ചെയ്ത ജോബ് റോളിൽ നീ ചെയ്യാം. അതിൻ്റെ അകത്ത് നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഒരു 3-4 സെലക്ട് ചെയ്തോ. അത് ഇപ്പൊ ഈ 4 ഓപ്ഷൻസ് ഇല്ലേ ഓരോന്നിലോ? അതിന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോ? ഒന്നുമില്ല അംസാദെ. ഹിബ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? അപ്പൊ ഒരാൾക്കല്ലേ സ്ക്രീൻ ഷെയർ ചെയ്യാനാവും? അല്ല, എല്ലാവരും ചെയ്യാം. കാണുന്നുണ്ടോ? ഹായ് കണ്ട്. സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻ എടുക്ക ഹിബ. ഈ ലാപ്പിലാണോ ക്ലാസ്സിൽ കയറുന്നത്? ഫോണിലുണ്ട്. ഷെയർ ചെയ്തോ? ആവുന്നില്ല. അച്ഛന ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേ. ഇപ്പൊ കാണാം. ഇതിപ്പോ കാണുന്നില്ല. ഇപ്പൊ കാണാം. ഇവിടെ എത്തിയ. ഓക്കെ. വാട്ട് കോസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഹാവ് യു റെഗുലർലി ക്യാരി ഇൻ യുവർ റോള്? ഇതിനകത്ത് നീ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ കപ്പാസിറ്റി പ്ലാനിങ്, കോസ്റ്റ്. അതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് പെർഫോമൻസ് മാനേജ്മെന്റ് മെഷർ മെത്തേഡ് ഹാവ് യു റെഗുലർലി അപ്ലൈഡ് ഇൻ യുവർ റോള്? ബെഞ്ച് മാർക്കിംഗ്, എക്കണോമിക് വാല്യൂ ആഡഡ്. ആ 4 സെലക്ട് ചെയ്തു. 4 അത് വരുന്നതാണ്. ഓക്കെ. അച്ഛൻ ഞാൻ പറയട്ടെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. വാട്ട് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഹാവ് യു റെഗുലർലി പ്രിപ്പയർഡ് ഇൻ യുവർ വർക്ക്? ഈ എന്താ സെലക്ട് ചെയ്തേക്കുന്നത്? ഈ എന്താ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സെലക്ട് ചെയ്ത്? HR അല്ല? ഞാനാ? അത് കോസ്റ്റ് അക്കൗണ്ടിങ്ങാ? അതില്ലേ, ഞാന്
അക്കൗണ്ടിങ്ങിന്റെയും കൂടി പഠിച്ചോ. മോളെ കോസ്റ്റ് അക്കൗണ്ടിങ് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലേ? ഓക്കെ, HR എക്സിക്യൂട്ടീവ് മാത്രം മതി. പിന്നെ അക്കൗണ്ടിങ്ങും ഉണ്ട്. ഓക്കെ, അക്കൗണ്ടിങ്ങിന് കൊടുക്ക്. എടി നീ മോളെ ഹിബ ആൻഡ് കൊടുക്കണ്ട, ആൻഡ് കൊടുക്കാണ്ട് നീ അക്കൗണ്ടിങ് കൊടുക്ക്. എങ്ങനെ HR എക്സിക്യൂട്ടീവ് ആ സെലക്ടിനകത്ത് വന്നേക്കുന്ന ഫസ്റ്റ് HR എക്സിക്യൂട്ടീവ് സെലക്ട് ചെയ്യേ. ഇനി അക്കൗണ്ടിങ് കൊടുക്ക്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ് അല്ല, അക്കൗണ്ട് എക്സിക്യൂട്ടീവ് കൊടുക്ക്. അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്നാണല്ലുള്ള. ഓക്കെ, അക്കൗണ്ടന്റ് കൊടുത്തോ. അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് കൊടുത്തോ. അക്കൗണ്ടന്റ് കൊടുക്കാ കിടക്കുന്നതാ. എടി ഇനി നിനക്ക് ഏതെങ്കിലും കൊടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആഡ് അനദർ. ഓക്കെ, രണ്ടും കൊടുത്തത്. Okay. Tell about the skill make you stand. What type of recruitment task you have regularly carried out on the job? Conducting interview, coordinating interview, drafting job posting, onboarding new hires, screening resume, sourcing candidates. ഇത് ജസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാട്ടോ. ഇവൻ ഡിപ്പെൻസ് ഓൺ യുവർ ക്വാളിഫിക്കേഷൻ ആൻഡ് ഇൻട്രസ്റ്റ്. ഓക്കെ ഓക്കെ, സോറി, അതിന്റെ താഴെ അടുത്ത ക്വസ്റ്റ്യൻസ്. വാട്ട് areas of employees relation have you regularly handled in your role? Disciplinary action, employee engagement initiatives, grievances handling, performance improvement plans. ഇപ്പോ നീ ഹിബ പറഞ്ഞ പോലെ തന്നെ ഹിബയ്ക്ക് അക്കൗണ്ട്സിനും താല്പര്യമുണ്ട്. അപ്പോ ആഫ്റ്റർ ദാറ്റ് സെറ്റിംഗ് ദിസ് പ്രൊഫൈൽ യു ക്യാൻ എഡിറ്റ് എവരിത്തിങ്. അപ്പൊ ആ ടൈമിൽ നിങ്ങളുടെ പാഷനും നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഇൻട്രസ്റ്റിംഗ് ഹാവ് യു റെഗുലർലി ഡൺ ഹ്യൂമൻ റിസോഴ്സ് വർക്ക് ഇൻ യുവർ റോൾ? ഏതാണ്? എഡ്യൂക്കേഷൻ, കൺസ്ട്രക്ഷൻ കിട്ടി അടിപൊളിയാ. ലൈഫ് അധികം പണിയൊന്നും എടുക്കണ്ട, ലൈഫ് സെറ്റാ, വലിയ ഹെഡേക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഹെൽത്ത് കെയർ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിലും കിട്ടാൻ ഈസിയാണ്. എന്തിനാ ഹിബ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്തേ? ഓക്കെ, നെക്സ്റ്റ് എടുത്തോ. പെട്ടെന്നാട്ടെ, എന്റെ സിസ്റ്റത്തിൽ ചാർജ് ഇപ്പൊ തീരും. വാട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ടെക്നിക്സ് ഡു യു ഹാവ് റെഗുലർലി അപ്ലൈ ഇൻ യുവർ കോച്ച്? ഡെലിവറിംഗ് കംപ്ലൈൻസ് ട്രെയിനിങ്, ഡെവലപ്പിംഗ് ഓൺബോർഡ് പ്രോഗ്രാം, ഇവാലുവേറ്റിംഗ് ട്രെയിനിങ് എഫക്റ്റീവ്നെസ്, നീഡ് അസസ്മെന്റ്. ഇതൊന്ന് പെട്ടെന്ന് നിങ്ങൾ ഒന്ന് രണ്ട് ഫുൾ ഒന്ന് ഫില്ല് ചെയ്യോ? പെട്ടെന്ന് അപ്സനയും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്ന കാണുന്നില്ല. അതൊന്നും എനിക്കില്ല. കാരണം നീ സെലക്ട് ചെയ്തല്ല, ഓക്കെ. നിങ്ങളിത് പതിയെ സെറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും ഞാൻ കാണിക്കാം.
എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങള്? ആ ഓക്കെ. ഇതിന്റെ അകത്ത് ഫസ്റ്റ് നെയിം അഭിരാമി സുരേന്ദ്രൻ, പിന്നെ എന്റെ ഫോൺ നമ്പർ, മെയിൽ ID, ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇന്ത്യയിൽ സെറ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇതിന്റെ അകത്ത് എന്റെ സമ്മറി, ഞാൻ ഒരു ബ്രീഫ് സമ്മറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എന്റെ കറന്റ് സാലറി എന്ന് പറയുന്നത് 24,000 പെർ മന്ത് ആണ്. വർക്ക് എക്സ്പീരിയൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എഡ്യൂക്കേഷൻ അതിന്റെ ഡിഗ്രി, മാസ്റ്റേഴ്സ്, സ്കിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ലാംഗ്വേജിന്റെ ടൈമിൽ ഞാൻ ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് ആണ്, മലയാളം നേറ്റീവ് ലാംഗ്വേജ് ആണ്, തമിഴ് ബിഗിനർ ആണ്, ഇവൻ ഞാൻ കന്നഡ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. പിന്നെ ഇതിന്റെ അകത്ത് നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാം. ഇവൻ ഇന്ത്യയുടെ തന്നെ റെസ്യൂമെ മേക്ക് ചെയ്യും, അതല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് റെസ്യൂമെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ എന്റെ റെസ്യൂമെ നാളെ ക്ലാസ് ഉണ്ടാവില്ലേ? ഞാൻ നാളെ നാട്ടിൽ പോകുന്നതിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇതാണ് എന്റെ റെസ്യൂമെ. ഞാൻ അപ്ഡേറ്റ് ചെയ്ത എന്റെ റെസ്യൂമെയാണ് ഞാൻ ഇതിന്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണ് ജോബ് നോക്കുന്നത്? HR, എക്സിക്യൂട്ടീവ്, കാലിക്കോ അതിൻ്റെ കൊടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റേ നിങ്ങളുടെ ജോബ് ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ ലെവല്, ഡേറ്റ് ഓഫ് പോസ്റ്റഡ്, ജോബ് ടൈപ്പ് കാര്യങ്ങളൊക്കെ, ഫുൾ ടൈം ആണോ, പെർമനന്റ് ആണോ, ഫ്രഷർ ആണോ, പാർട്ട് ടൈം ആണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ട ആ ജോബ് ഫിൽട്ടർ ചെയ്യാം. അതുപോലെ തന്നെ ജോബ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാം, എഡ്യൂക്കേഷൻ ലെവല്, ഇതൊക്കെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എന്ന് പറയുന്നത് HR മാനേജർ. ഞാൻ ഈ ജോബ് ക്ലിക്ക് ചെയ്തു. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാൻ പോവാണ്. ഇനി HR മാനേജർ, എഡിസ്റ്റോ, കാലിക്കറ്റ്, കേരള, 35,000 to 65,000 എ മന്ത്. പിന്നെ ജോബ് ഡീറ്റെയിൽസ് ആണ്, പേയ്മെന്റ്, ജോബ് ടൈപ്പ് പെർമനന്റ് ആൻഡ് ഫുൾ ടൈം ജോബ് ആണ്, ലൊക്കേഷൻ കാലിക്കറ്റ്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജോബ് ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഈ ജോലിയിൽ നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്, പെയ്ഡ് സിക്ക് ടൈം, ലൈഫ് ഇൻഷുറൻസ്, സെൽഫോൺ ലീവ് എൻഹാഷ്മെന്റ്, ഇന്റർനെറ്റ്, പ്രൊവിഡന്റ് ഫണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇവൻ നമ്മൾ ഇന്ന് PF ESC ഒക്കെ പഠിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ജോബിന്റെ അത് അല്ലെങ്കിൽ ആ ഒരു കമ്പനി എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD നമുക്ക് മനസ്സിലാവും. അത് പിന്നെ ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് നമ്മുടെ ടൈറ്റിൽ, എവിടെയാണ്, എക്സ്പീരിയൻസ് എത്ര വേണം, ക്വാളിഫിക്കേഷൻ എന്താണ്, ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കും പോവാം. നിങ്ങളൊരു ബേസിക് ലെവൽ അല്ലെങ്കിൽ എന്താ പറയാ ഫസ്റ്റ് ലെവൽ ഓഫ് എംപ്ലോയീസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ലെവലിലായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്തു. മാക്സിമം നിങ്ങൾ ഫസ്റ്റിലെ തന്നെ HR മാനേജർക്ക് ഒന്ന് അപ്ലൈ ചെയ്യരുത്, കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും.
ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് സബ്മിറ്റ് ചെയ്യുക. എൻ്റെ CV, എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വെരിഫൈ ചെയ്തു. Then submit my application. ഇവര് നാളെ എന്നെ വിളിക്കും. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുണ്ടാവും, യുവർ ആപ്ലിക്കേഷൻ വാസ് സബ്മിറ്റഡ് ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് നമുക്ക് എന്താ പറയാ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിനൊക്കെ ആണെങ്കിലും നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റില്ല. സോ ഞാൻ ഈ റീസെന്റ് 17 ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓരോന്നിന്റെ സ്റ്റാറ്റസ് എനിക്ക് അറിയാൻ പറ്റും. ലിസ്റ്റ് ഞാൻ ഇപ്പൊ അയച്ചതാണ്. ആപ്ലിക്കേഷൻ വ്യൂഡ്, അതായത് ഞാൻ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത കമ്പനിയുടെ അവർ എന്റെ ആപ്ലിക്കേഷൻ വ്യൂ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കോൾ എനിക്ക് വന്നിട്ടുണ്ട് റീസെന്റ്. അതുപോലെ തന്നെ അഡ്മിഷൻ മാനേജർ RG ഫുഡ്സിന്ന് ഇവരുടെ മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് പോയി. അപ്പോൾ ഇങ്ങനെ ഓരോ അപ്ഡേറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് മെയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഇത് തന്നെ അപ്ഡേറ്റ് അപ്ലൈഡ് വ്യൂഡ് എന്നുള്ള പോർഷൻ കണ്ടോ നിങ്ങൾ? അതായത് ഞാൻ അപ്ലൈ ചെയ്തത് ആ ഓർഗനൈസേഷനിലെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ HR ടീം കണ്ടിട്ടുണ്ട് എന്റെ ആപ്ലിക്കേഷൻ. അങ്ങനെ എനിക്ക് ഇവരുടെ മെയിൽ വന്നിട്ടുണ്ട്. മെയിൽ അല്ലെങ്കിൽ കോൾസ് വരും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ജോബ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ പറയാ ലിങ്ക്ഡിനിലൊക്കെ നിങ്ങൾക്ക് ജോബ് പോസ്റ്റ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോബ് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ പറയാ പെർമിഷൻ കിട്ടുന്ന ടൈം ഉണ്ടാവുമല്ലോ. ലൈക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് പറയാണ് ഇൻഡീഡിലും നൗക്കറിയിലും ഇവിടെയൊക്കെ നിങ്ങൾ ജോബ് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോബ് പോസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾ ഫൈൻഡ് ജോബ്സ് ഓർ പോസ്റ്റ് ജോബ്സ് ചൂസ് ചെയ്യാം. നമുക്കിവിടെ പോസ്റ്റ് ജോബാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കേലും? അർച്ചന, ഹിബ, അംജാദ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഓക്കെ, നിങ്ങൾ ജോബ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ആൻ എംപ്ലോയർ അക്കൗണ്ട്, കമ്പനിയുടെ നെയിം, ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇപ്പം നിങ്ങൾ ഒഫീഷ്യലി വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒഫീഷ്യൽ ഫോണും മെയിൽ ഐഡിയും കാര്യങ്ങളും ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. ജോബ് ടൈറ്റിൽ കൊടുക്കുക.
സെയിൽസ് മാനേജർ കൊടുക്കാം. സെയിൽസ് മാനേജർ ഈ ജോബ് ലൊക്കേഷൻ ടൈപ്പിന് വെച്ച് ഇൻ പേഴ്സൺ, ഫുൾ ടൈം ഓൺ ഫുൾ ടൈം, ഫുള്ളി റിമോട്ടഡ്, ഹൈബ്രിഡ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇൻ പേഴ്സൺ പിന്നെ ലൊക്കേഷൻ കാലിക്കറ്റ്. Okay. Recruitment timeline for this job. Number of people hired for this 60 days, 10. Job type of full time, part time, permanent, internship, freshers. Expected കണ്ടിന്യൂ കൊടുക്കുക. ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ് ചെയ്യുന്നത്. കണ്ടിന്യൂ. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്താ പറയാ ഇതാവുക. ഞാൻ വേറൊരു ഇതിനകത്തൊന്ന് ജോയിൻ ആയിട്ടുണ്ട്, എന്നെ ഒന്ന് ആക്കോ? ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ജോബ് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ജോബ് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പനി ലെക്ചറായിട്ട് ലെക്ചർ എക്സിക്യൂട്ടീവ് ആയിട്ട് കയറുന്ന ടൈമിൽ ആ കമ്പനിയിൽ വേക്കൻസി വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ജോബ് പോസ്റ്റ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഓൺ ബ്രാൻഡ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ജോബ് പോസ്റ്റ് ചെയ്യാം, ലൈക്ക് ഹയറിംഗ് പോസ്റ്റ്. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ജോബ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾ ലിങ്ക്ഡിനിൽ ജോബ് പോസ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ? അതുപോലെ ഇതിനും ചെയ്യാൻ പറ്റും. പക്ഷെ അത്രയും സ്ട്രക്ചേർഡ് അല്ല. ഇത് കുറച്ചുകൂടി മിനിമൽ ആണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ട് മാത്രം നമുക്ക് ജോബ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ജോബ് കിട്ടാൻ ഈസി ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ് ഇൻഡീഡ് കമ്പാരിറ്റീവ്ലി ലിങ്ക്ഡിൻ. ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ ടൈം എടുക്കും. നമ്മൾ അതനുസരിച്ചുള്ള ഫോളോ അപ്സ് വേണം. പക്ഷെ ഇൻഡീഡിൽ അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്ന് അപ്ഡേഷൻസ് വരികയും ചെയ്യും. നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. എന്താ പറയാ, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആണ് ഇൻഡീഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ പോയിട്ട് നിങ്ങൾ ഇൻഡീഡ് ഡൗൺലോഡ് ചെയ്യുക, അതിന്റെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യും. ഇപ്പൊ HR ആണെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് HR മാനേജർ, HR എക്സിക്യൂട്ടീവ്, HR ജേർണലിസ്റ്റ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് ഒക്കെ ചൂസ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ജോബ് സെർച്ച് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്ത് അപ്ലൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് കോൾസും കാര്യങ്ങളും വരും. ജസ്റ്റ് ഒന്ന് കോൾ പിക്ക് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ജോബ് അപ്ലൈ ചെയ്തിട്ട് കോള് വരുന്നത്, അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇപ്പോൾ ഫസ്റ്റ് കോളിലൊക്കെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നെർവസ് ആവും. ആഫ്റ്റർ ഗ്രാജുവലി നിങ്ങൾ ട്രെയിൻഡ് ആവും. ഇതൊക്കെ ഈസി വേ ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനും ജോബ് ഫൈൻഡ് ചെയ്യാനും പറ്റുന്ന ഒരു വേ. ഓക്കെ, എല്ലാവരും ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടെ ഇൻഡീഡ് പ്രൊഫൈൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. അപ്ഡേറ്റ് അല്ല, ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക്ഡിൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഇൻഡീഡ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഇൻഡീഡ് നിങ്ങൾ എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഇൻഡീഡിൽ നിന്ന് നമുക്ക് ജോബ് കിട്ടും. ഇവൻ കേരളത്തിലൊക്കെ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഇൻഡീഡ് ത്രൂ പെട്ടെന്ന് ജോബ് കിട്ടും. ഔട്ട് ഓഫ് കേരള നിങ്ങൾക്ക് കിട്ടാനും ഈസിയാണ്. കമ്പാരിറ്റീവ്ലി ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയാ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഫ്രഷേഴ്സിന്. ഓക്കെ, എനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് യു ഹാവ് പ്ലീസ് ആസ്ക് മീ. എനി ഡൗട്ട്സ്? ഹിബ? ഇല്ല, ഇതുവരെ ഡൗട്ട് ഇല്ല. എന്തെങ്കിലും മിസ്സിനോട് ചോദിച്ചാൽ മിസ് പറഞ്ഞു തരൂലേ? ഓ, നിങ്ങൾ ഇന്ന് പോയിട്ട് ഇൻഡീഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്താണ് ഡൗട്ട്സ് എന്ന് എന്നോട് ഷെയർ ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അച്ഛനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോളെ? ഇല്ല മിസ്സേ. ഓക്കെ, ഇന്ന് തന്നെ പോയിട്ട് അർച്ചന ഇൻഡീഡ് ഒന്ന് റെഡി ആക്കണേ. ഇൻഡീഡ് ഒന്ന് സൈൻ അപ്പ് ചെയ്യണേ. അംജാദിനോടും കൂടെയാണ് ഞാൻ പറയുന്നത്. അംജാദ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആക്കുകയോ വിളിക്കുകയോ ചെയ്താൽ മതി. ഓക്കെ മാം, ഞാൻ ആദ്യം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാം. ജോബിനും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ. അങ്ങനെ ഞാൻ പക്ഷേ കറക്റ്റ് അല്ല ഫോം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ ഡൗട്ട് മാമിനോട് ചോദിച്ചു. ഓക്കെ, നീ ഒന്ന് എന്താണോ അപ്ഡേറ്റ് ചെയ്യാനുള്ളതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ശരി. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കുക. ഞാൻ വർക്കിൽ ടൈമിലാണെങ്കിൽ ഞാൻ ചിലപ്പോൾ റിപ്ലൈ തരാൻ ഡിലേ ആവും. അതുകൊണ്ട് നിങ്ങൾ ഇതാക്കരുത്. ഇപ്പൊ മന്തിന്റെ ആയതിന്റെ കുറച്ച് ഹരിബറി ഉണ്ട്. എപ്പോഴാണെങ്കിലും ഞാൻ മെസ്സേജ് കാണും, ഞാൻ റിപ്ലൈ തരുവേ. ക്വിക്ക് റെസ്പോൺസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് തന്നെ വിളിച്ചാൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും. ഓക്കെ, എങ്കിൽ പതിയെ നാളെ ക്ലാസ് ഇല്ല കേട്ടോ. ഞാൻ മറ്റന്നാൾ നാട്ടിൽ പോവാം. അപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നാളെ വരാൻ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ എന്തായാലും ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നില്ല. ഇനി മൺഡേ ക്ലാസ് ഉണ്ടാവേ. സാറ്റർഡേ ഫ്രൈഡേ നിങ്ങൾക്ക് ക്ലാസ്സസ് ഇല്ല. സോ കമ്മിങ് മൺഡേ ക്ലാസ് ഉണ്ടാവേ. ഓക്കെ, അപ്പോഴത്തേക്ക് ഇൻഡീഡ് ഒന്ന് സെറ്റ് ആക്കണേ. ഇനി പതിയെ ഇറങ്ങിക്കോ എല്ലാരും. ഓക്കെ, താങ്ക് യു മാം. ആടാ, താങ്ക് യു സോ മച്ച്.